ഉത്തർപ്രദേശിലെ ഒരു പ്രദേശം. സാധാരണ ദിനങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലം. പക്ഷേ രാത്രിയുടെ ഇരുട്ടിനുള്ളിൽ സ്ത്രീകളുടെ മനസ്സിൽ ഭീതിയിലേക്ക് വളരുന്ന ഒരു പേര്, ന്യൂഡ് ഗ്യാങ്. ആരാണിവർ? എവിടെ നിന്നാണ് വരുന്നത്? നഗ്നരായി പ്രത്യക്ഷപ്പെടുന്നവർ മനുഷ്യരോ, അല്ലെങ്കിൽ ഒരു ഭീതിജനകമായ കഥയുടെ ഇരുണ്ട മുഖമോ? പക്ഷേ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും മറുപടിയില്ല. ഗ്രാമത്തിൽ ഭീതിയുടെ വലയം വ്യാപിച്ചു. സ്ത്രീകൾക്ക് ഉറക്കം നഷ്ടമായിരിക്കുന്നു. കുട്ടികളെ പുറത്തേക്ക് വിടാൻ പോലും അവർ പേടിക്കുന്നു. വീടുകളിൽ ജനലടച്ചിട്ട് വാതിലുകൾ പൂട്ടി രാത്രികൾ കടന്നു പോകുന്നു. മീററ്റിലെ ദൗരാലയും ബരാലയും ഗ്രാമങ്ങളുടെ വഴികളിൽ രാത്രിയായാൽ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുന്നു. കാരണം പൂർണ്ണ നഗ്നരായി പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഘം. അവരുടെ കണ്ണുകൾക്ക് ഒരേ ലക്ഷ്യം മാത്രം: സ്ത്രീകൾ. കഴിഞ്ഞ ദിവസങ്ങളിലായി തുടർച്ചയായി 4 സ്ത്രീകൾക്ക് നേരെ ഉണ്ടായ അതിക്രമം ഈ പ്രദേശത്തെ നടുക്കി. ആദ്യമാരും പറയാൻ തയ്യാറായില്ല, കാരണം നാണക്കേട്, അപമാനം. പക്ഷേ 4ാമത്തെ ആക്രമണമാണ് എല്ലാം പുറത്തു കൊണ്ടുവന്നത്. ജോലി സ്ഥലത്തേക്ക് പോവുകയായിരുന്ന ഒരു യുവതി വഴിയിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് ഇരുണ്ട കോണിൽ നിന്നിറങ്ങിയ 2 നഗ്ന പുരുഷന്മാർ അവളെ പിടിച്ചിഴച്ച് സമീപത്തെ വയലിലേക്ക് കൊണ്ടുപോയി. അവൾ പ്രതിരോധിച്ചു. മുഴുവൻ കരുത്തും ഉപയോഗിച്ച് ബഹളം വെച്ചു. ഒടുവിൽ രക്ഷപ്പെട്ടു. സംഭവം അറിഞ്ഞ ഗ്രാമവാസികൾ സ്ഥലത്തെത്തിയെങ്കിലും ആരെയും പിടികൂടാനായില്ല. സ്ത്രീ പറഞ്ഞു, അവർ 2 പേരും പൂർണ്ണ നഗ്നരായിരുന്നു. അതിനുശേഷം മാത്രമാണ് മറ്റ് സ്ത്രീകളുടെ കഥ പുറത്തു വന്നത്. 3 സ്ത്രീകൾക്ക് നേരെ സമാനമായ അതിക്രമം ഇതിനു മുമ്പും നടന്നിരുന്നു. എന്നാൽ അവരൊന്നും പറഞ്ഞിരുന്നില്ല, കാരണം സമൂഹം എന്ത് പറയുമെന്ന ഭയം കാരണം. പക്ഷെ 4ാമത്തെ ആക്രമണമാണ് ഗ്രാമമുഖ്യന്മാരെയും നാട്ടുകാരെയും പോലീസിനോട് വിവരമറിയിക്കാൻ പ്രേരിപ്പിച്ചത്. പോലീസ് രംഗത്തിറങ്ങി വിവിധ സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്തി. ഡ്രോൺ പരത്തി ഗ്രാമങ്ങൾ മുഴുവൻ നിരീക്ഷണത്തിലാക്കി. CCTV ക്യാമറകൾ സ്ഥാപിച്ചു. വനിതാ പോലീസുകാരെ തന്നെ പെട്രോളിങ്ങിനായി വിന്യസിപ്പിച്ചു. രാത്രിയുടെ വഴികളിൽ പോലീസ് വാഹനങ്ങളുടെ സൈറൺ മുഴങ്ങി തുടങ്ങി. പക്ഷെ ഇന്ന് വരെ ന്യൂഡ് ഗ്യാങ് പിടിയിലായിട്ടില്ല. ഗ്രാമം ഇന്ന് 2ആയി വിഭജിക്കപ്പെട്ടു. ഒരു വിഭാഗം സ്ത്രീകളുടെ വാക്കുകൾക്ക് തെളിവുണ്ടെന്ന് പറയുന്നു. ന്യൂഡ് ഗ്യാങ് യഥാർത്ഥം തന്നെയാണെന്ന് നഗ്നരായി വന്നവരെ കണ്ടവർ പറയുന്നു. അത് വെറും കഥയല്ല, സത്യമെന്ന്. എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് ഇത് വെറും പ്രചാരണം മാത്രമാണ്. പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും പ്രതിച്ഛായ തകർക്കാനുള്ള ശ്രമം. ന്യൂഡ് ഗ്യാങ് എന്നൊരു സംഘം യാഥാർത്ഥ്യമല്ല, അത് ഗ്രാമങ്ങളിൽ പരന്ന കഥ മാത്രമാണ്. പക്ഷേ സ്ത്രീകളുടെ ഭയം യാഥാർത്ഥമാണ്. ഇരുട്ട് വീഴുമ്പോൾ അവർ പറയുന്നു, വീട്ടിനകത്തിരിക്കുമ്പോഴും പുറത്തുനിന്ന് കേൾക്കുന്നത് നഗ്നമായ ചുവടുകളുടെ ശബ്ദമാണ്. അവരുടെ മനസ്സിൽ വല്ലാത്തൊരു ഭയം കടന്നുകൂടിയിരിക്കുന്നു. വയലുകൾ, വിജനമായ വഴികൾ, ഇരുണ്ട തെരുവുകൾ എല്ലാം അവർക്ക് ഭയമാണ്. അതുകൊണ്ട് ഇന്നും ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ന്യൂഡ് ഗ്യാങ് യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഒരു കിംവദന്തിയും? എന്നാൽ സ്ത്രീകൾക്കത് വെറും കഥയല്ല, അവരുടെ ജീവിതത്തിൽ 4 തവണ സംഭവിച്ചിട്ടുള്ള ക്രൂരസത്യം തന്നെയാണ്. അവരുടെ മനസ്സിൽ എപ്പോഴും കേൾക്കുന്ന നഗ്ന ചുവടുകളുടെ ശബ്ദം, രാത്രിയിൽ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവരെ പിന്തുടരുന്ന അപകടം. പോലീസ് നടത്തിയ പരിശോധനകളിൽ ആരെയും കണ്ടെത്താനായില്ല. സംശയാസ്പദമായ ഒരാളെയും പിടികൂടാനായില്ല. ഗ്രാമങ്ങളിലുടനീളം ക്യാമറകൾ സ്ഥാപിച്ചിട്ടും തെളിവുകളൊന്നും കിട്ടിയില്ല. ന്യൂഡ് ഗ്യാങ് യഥാർത്ഥമാണോ, അല്ലെങ്കിൽ ഒരു ദുർസ്വപ്നം മാത്രമോ? പക്ഷേ ലക്നൌവിലെ സ്ത്രീകൾക്ക് അത് വെറും സ്വപ്നമല്ല, അവരുടെ ജീവിതത്തെ ഹണ്ട് ചെയ്യാൻ വന്ന യാഥാർത്ഥ്യം തന്നെയാണ്. അടുത്ത ഇര ആരായിരിക്കും എന്നതാണ് അവരുടെ മനസ്സിൽ ഉയർന്നു വരുന്ന വലിയ ചോദ്യം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.